തനി നാടൻ സ്റ്റൈലിലുള്ള അച്ചിങ്ങ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മൈമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം അച്ചിങ്ങ വേവിച്ചെടുക്കാം. ഞാൻ എടുത്തേക്കുന്ന 1/2 കിലോ അച്ചിങ്ങയാണ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത്. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക്, എരിവ് കണക്കാക്കി പച്ചമുളക് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. കുറച്ച് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഇതിനകത്ത് വെള്ളം ഇനിയും പറ്റാനുണ്ട്. 1/2 കപ്പ് വെള്ളമുള്ള ചേർത്തേ. ബാക്കി വെള്ളം പറ്റണം, ഇത് നന്നായിട്ട് വേവണം. അച്ചിങ്ങയൊക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, വെള്ളമൊക്കെ പറ്റി. പിന്നെ ഇനി ഒലത്തി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഒലത്തി എടുക്കാനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി ചൂടാക്കാം. കുറച്ച് എണ്ണ ചൂടാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചുമന്നുള്ളി ചതച്ചെടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു 20-25 ചുമന്നുള്ളി ഉണ്ടാവും. ഒരു പിടി അതും ചെറുതായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ചില സമയത്ത് ഞാൻ ഒലത്തുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർക്കാറുണ്ട്. ഇന്ന് ഇച്ചിരി സിമ്പിളായിട്ടുള്ള ചുമന്നുള്ളി മാത്രം ചേർത്തിട്ടുള്ള ഒരു ഒലത്താണ് കാണിക്കുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഈ ചുമന്നുള്ളി ചതച്ചത് ചേർക്കാം. ചുമന്നുള്ളി പച്ചമണം മാറി നല്ലൊരു മണം വരണം, അതുവരെ വഴറ്റുക. നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂടാതെ കുറച്ച് ചതച്ച മുളക്, ചില്ലി ഫ്ലേക്സ്. ഞാൻ 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത്. ഇത് എരിവ് കണക്കാക്കി നമുക്ക് കൂടുതലോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന അച്ചിങ്ങ ഇതിനകത്തേക്ക് ഇടാം. ആ മുളകും ചുമന്നുള്ളിയും എല്ലാം അച്ചിങ്ങയിലേക്ക് നന്നായിട്ട് കൂട്ടഡായിട്ട് നന്നായിട്ട് ഒലന്ന് വരണം, അതുവരെ കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോട്ട് നന്നായിട്ട് ഒലത്തിയെടുക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണ്. പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ചേർക്കുകയാണ്. കൂടാതെ കുറച്ച് ചതച്ച മുളക്, കുരുമുളകും കൂടെ ചേർക്കാം. കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ നിറച്ച് ഹീപ്ഡായിട്ട് ചേർത്തിട്ടുണ്ട്. എരിവുണ്ട് പാകത്തിന്. കുരുമുളകിൻ്റെ ഫ്ലേവർ നല്ലതാണ് അച്ചിങ്ങയ്ക്കകത്ത്. അപ്പോൾ ചിലവർക്ക് ഇതിലും നന്നായിട്ട് മുരിഞ്ഞിട്ട് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കുറേ സമയം കൂടെ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ മുരിച്ചെടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിൽ എടുക്കുകയാണ്. സെർവിങ് ബോളിലേക്ക് മാറ്റാം. നല്ല നാടൻ സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഇത് നമുക്ക് മട്ടാരി ചോറും കച്ചിമോരും അല്ലെങ്കിൽ പച്ചമോരിൻ്റെ കൂടെയൊക്കെ നല്ല എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.